എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തികൾ 20-ന്റെ 1-2 വാക്യങ്ങൾ. കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കദോനിക്ക് പുറപ്പെട്ടു പോയി. ആ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവരെ ഏറിയോന്ന് പ്രബോധിപ്പിച്ചിട്ട് യവന ദേശത്ത് എത്തി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് മക്കദോന്യ വഴി യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ വിവരണമാണ് ലൂക്കോസ് ഇവിടെ നൽകുന്നത്. കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി യെരുശലേമിലേക്ക് മടങ്ങി. യാത്ര മക്കദോന്യ വഴിയും പൗലോസിൻ്റെ യെരുശലേം യാത്രയും യേശു ചില നാളുകൾക്ക് മുൻപ് യെരുശലേമിലേക്ക് നടത്തിയ യാത്രയും തമ്മിൽ ഒരുപാട് പൊരുത്തങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ലൂക്കോസ് വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ഒന്നാമത്, കർത്താവും ശിഷ്യന്മാരുമൊത്താണ് യാത്ര ചെയ്തത്. ലൂക്കോസും അങ്ങനെ തന്നെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യവും അപ്പോസ്തല പ്രവർത്തികൾ 20-ന്റെ നമ്മൾ വായിച്ച അധ്യായത്തിൻ്റെ 4-ാം വാക്യവും നോക്കുമ്പോൾ ശിഷ്യന്മാരോടൊത്ത് പൗലോസ് യാത്ര ചെയ്യുന്നത് കാണുന്നു. രണ്ടാമത്തെ ഒരു താരതമ്യം, ഈ 2 പേർക്കും എതിരെ ശത്രുക്കൾ സംഘടിച്ചിരുന്നു. ലൂക്കോസ് 6-ാം അധ്യായം 7-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 3-ഉം 19-ഉം നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്തെ പൊരുത്തം, ഇരുവരും ജീവൻ അർപ്പിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ട്. ലൂക്കോസ് 18-ന്റെ 32-ഉം അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 24-ലും അത് കാണുന്നു. നാലാമത്തെ പ്രത്യേകത, ഇരുവരും പ്രതികൂലതകൾ അതിജീവിച്ച് ദൗത്യം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. ലൂക്കോസ് 9-ന്റെ 51-ഉം അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 14-ഉം. അപ്പോൾ യേശുവിനെയും പൗലോസിനെയും താരതമ്യപ്പെടുത്തുകയല്ല ലൂക്കോസിൻ്റെ ഉദ്ദേശം. എന്നാൽ നാഥൻ പോയ പാതയിലൂടെയായിരുന്നു ശിഷ്യനും എന്ന് കാണിക്കുകയാണ് ഈ രേഖപ്പെടുത്തലിൻ്റെ ഒരു ഉദ്ദേശം. ആളുകൾക്ക് മുൻപേ പോകുന്ന ഇടയൻ, പിൻപേ ഗമിക്കുന്ന ആടുകൾ. ഇടയൻ രുചിക്കാത്ത കയ്യിൻ്റെ കാസ രുചിക്കാൻ പിൻപറ്റുന്നവരോട് ആവശ്യപ്പെടുകയില്ല. നാറാണത്ത് ഭ്രാന്തനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. നാറാണത്ത് ഭ്രാന്തന് ഒരുപാട് സവിശേഷതകളുണ്ടായിരുന്നു. താഴെ സമതലത്തിൽ നിന്ന് കല്ലുകൾ ഉരുട്ടി മലമുകളിൽ കൊണ്ടുപോയി അത് താഴേക്ക് വീണ്ടും ഉരുട്ടിവിട്ട് അത് പോകുന്നത് കണ്ട് കൈകൊട്ടി ചിരിച്ച് ആനന്ദിക്കുന്ന നാരായണത്ത് ഭ്രാന്തൻ. ഇദ്ദേഹത്തിൻ്റെ വന്യമായ ഇങ്ങനെയുള്ള ഇടപെടലുകൾ കണ്ട് ആകൃഷ്ടനായി ഒരു ചെറുപ്പക്കാരൻ നാരായണത്ത് ഭ്രാന്തൻ്റെ ശിഷ്യനാകാൻ തീരുമാനിച്ചു. കൂടി ഒന്നിച്ച് യാത്രകൾ ചെയ്തു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഇങ്ങനെ ഒരുതരം ഭ്രാന്തമായ യാത്രകൾ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പൊതുവെ വിശപ്പും ദാഹവും കൂടുതലുള്ള നാരായണത്ത് ഭ്രാന്തൻ വല്ലാണ്ട് ദാഹിച്ചപ്പോൾ ഓടി ഒരു കൊല്ലൻ്റെ ആലയിലെത്തി. എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ എന്തെങ്കിലും തരണം എന്ന് ആവശ്യപ്പെടുകയാണ്. വളരെ ശ്രമകരമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന കൊല്ലൻ നാരായണത്ത് ഭ്രാന്തൻ്റെ ആവശ്യമൊന്നും അത്ര ഗണ്യമാക്കിയില്ല. വീണ്ടും വീണ്ടും ചോദിച്ച് അദ്ദേഹത്തെ കുറച്ചും കൂടെ അസ്വസ്ഥനാക്കിയപ്പോൾ ദേഷ്യം വന്ന കൊല്ലൻ ഉരുകിക്കിടന്ന ഇരുമ്പ് ലായനി അദ്ദേഹത്തിൻ്റെ നീട്ടിയ കൈക്കുമ്പിളിലേക്ക് ഊറ്റിക്കൊടുത്തു എന്ന് വായിച്ചിട്ടുണ്ട്.
നാരായണത്ത് ഭ്രാന്തൻ ഈ ഉരുകിയ ഇരുമ്പ് ലായനിയും ഒറ്റ കുടിക്ക് അകത്താക്കി. അത് കുടിച്ച് ഒരു ഏമ്പക്കം വിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകെ വന്ന ശിഷ്യൻ കൂടെയില്ല. അദ്ദേഹം ഓടി മാഞ്ഞു. കാരണം ഗുരുവിൻ്റെ ഓഹരി തനിക്കും ലഭിച്ചാൽ അത് താങ്ങാനുള്ള കരുത്തില്ല. അപ്പോൾ ഗുരുവിൻ്റെ വേദനയിലും നൊമ്പരങ്ങളിലും പങ്കെടുക്കാൻ, ഏറ്റുവാങ്ങാൻ സന്നദ്ധതയുള്ള ഒരാളാണ് യഥാർത്ഥ ശിഷ്യൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ നൊമ്പരങ്ങളും പാതകളും അതുപോലെ സ്വീകരിക്കാൻ സന്നദ്ധനായിരുന്നു എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസിൻ്റെ മടക്കയാത്ര ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗുണീകരണത്തിന് നൽകുന്ന ആലോചനകൾ പലതുണ്ട്. അതിലൊന്ന് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചു എന്നതാണ്. ഒന്നാം വാക്യം. എതിർപ്പുകൾ ഭയന്ന് ശിഷ്യന്മാർ ഒളിപ്പാടങ്ങളിൽ ഒരുപക്ഷെങ്കിലായിരുന്നിരിക്കാം. സ്ഥലം വിടുന്നതിന് മുൻപ് അവരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിക്കാൻ പൗലോസ് മറന്നില്ല. പറഞ്ഞ വാക്കുകളെല്ലാം നമുക്ക് എഴുതി കിട്ടിയിട്ടില്ല. കഷ്ടത ക്രിസ്തീയ ജീവിതത്തിൽ കൂടപ്പിറപ്പാണ്. അതല്ല അന്തം. ക്രൂശല്ല, കിരീടവും മരണവുമല്ല, ഉയിർത്തെഴുന്നേൽപ്പാണ് ജീവിതാനുഭവങ്ങളുടെ ക്രമം എന്ന് യേശു കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതികൂലതകളുടെ മധ്യത്തിൽ തണുത്തുറഞ്ഞു പോകാതെ ലഭിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം ദൈവജനമായി നിലകൊള്ളാൻ മതിയായ പ്രബോധനമായിരിക്കണം പൗലോസ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയത്. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇവിടെ നമുക്ക് ഓർക്കാം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത് എന്ന് വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കൂട്ടുവിശ്വാസികളെ എവിടെ കണ്ടാലും അവർക്ക് ആത്മധൈര്യം പകരുന്ന വാക്കുകളെ പറയാൻ പൗലോസിന്റെ പക്കലുള്ളൂ. പ്രതികൂലതകളെ അതിജീവിക്കുന്ന വിശുദ്ധ ജീവിതം അതായിരിക്കണം നമ്മുടെയും ജീവിതം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ്, അതേ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അതിനുള്ള കരുത്തും ഊർജവും ദൈവം നമുക്ക് നൽകട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാനുള്ള കൃപയും അതിനുള്ള ബലവും ഊർജവും ഞങ്ങൾക്ക് നൽകണമേ. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നിൽപ്പാനുള്ള കരുത്ത് പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും കുടുംബ ജീവിതത്തിൻ്റെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലേക്ക് പ്രവേശിച്ച് കർത്താവിനോടൊത്ത് യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.